നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണം, പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി പോവാം. നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 year വിസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ജോബ് സെർച്ച് വിസ. സത്യം പറഞ്ഞാൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് വേ ആണ് പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് ഒരു ജോബ് സെർച്ച് വഴി ഇവൻച്വലി വർക്ക് വിസയിലേക്ക് മാറാനായിട്ടുള്ളൊരു വഴി. ജർമ്മനിയിൽ ഇതുപോലെ സ്റ്റഡി വിസ അല്ലാതെ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വിസ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അതിന്റെ പരിപാടി? നിങ്ങൾക്ക് ജർമ്മനിയിൽ പോകണം, പക്ഷെ പഠിക്കാൻ താല്പര്യമില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കാർഡ് വഴി പോവാം. അതായത് ഡിഗ്രിയും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ് ഏകദേശം. ഇതിൽ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു 1 year വിസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു ജോബ് സെർച്ച് വിസ. അതിനുള്ളിൽ നമുക്കൊരു ഫുൾ ടൈം ജോബ് കിട്ടിയാൽ നിങ്ങൾക്കത് വർക്ക് പെർമിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരാം 1 yearലേക്ക്. സത്യം പറഞ്ഞാൽ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് വേ ആണ് പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് ഒരു ജോബ് സെർച്ച് വഴി ഇവൻച്വലി വർക്ക് വിസയിലേക്ക് മാറാനായിട്ടുള്ളൊരു വഴി. നമുക്ക് ഇവിടുന്ന് അതിന് ഓഫർ കിട്ടണമെന്നുണ്ടോ ഇന്ത്യയിൽ നിന്നോ? അവിടെ ചെന്നിട്ട് നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന ജോബ് സെർച്ച് വിസ എടുത്ത് പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് വേണം നമ്മൾ ജോബ്സ് ട്രൈ ചെയ്യാനായിട്ട്. ഇവിടുന്ന് ജോലി കിട്ടാനായിട്ട് കുറച്ച് ടഫാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം തന്നെ ജർമ്മൻ ഗവൺമെന്റ് നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്.